നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീസൺ ഏതാണ്? എന്റേത് മഴക്കാലം തന്നെയാണ്. സർക്കാരിനെ സംബന്ധിച്ചും ദലാൽ സ്ട്രീറ്റിലെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചുമൊക്കെ മഴ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡൊമസ്റ്റിക് കൺസപ്ഷൻ ഔട്ട്ലുക്ക് മിക്കവാറും മഴയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്, പ്രത്യേകിച്ച് റൂറൽ ഏരിയകളിൽ. നമ്മുടെ രാജ്യത്ത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് 75% മഴ കിട്ടുന്നത്. അതുകൊണ്ട് ഈ മാസങ്ങൾ വളരെ പ്രധാനമാണ്. ഈ വർഷം ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്, അതായത് IMD, ഒരു നോർമൽ സൗത്ത് വെസ്റ്റ് മൺസൂൺ ആണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ബ്രോക്കറേജ് കമ്പനി സ്റ്റോക്സ് ബോക്സ് അടുത്ത കാലത്ത് മഴയും മാർക്കറ്റ് പെർഫോമൻസും തമ്മിലുള്ള ബന്ധം ഒരു സ്റ്റഡിയിൽ അനലൈസ് ചെയ്യുകയുണ്ടായി. കഴിഞ്ഞ 7 വർഷങ്ങളിലും സാധാരണയിൽ കുറവ് മഴയാണ് യഥാർത്ഥത്തിൽ കിട്ടിയത്. പൊതുജന അഭിപ്രായത്തിന് വിപരീതമായി പക്ഷേ ഈ 7 വർഷങ്ങളിൽ നിഫ്റ്റി പോസിറ്റീവ് റിസൾട്ടുകൾ തന്നിട്ടുണ്ട്. എന്നാൽ 3 തവണ യഥാർത്ഥത്തിൽ മഴ സാധാരണയേക്കാൾ കൂടുതലായിരുന്നപ്പോൾ അതിൽ ഒരു തവണ മാത്രമാണ് നിഫ്റ്റിയിൽ പോസിറ്റീവ് റിട്ടേൺസ് കാണാൻ കഴിഞ്ഞത്. മഴ എങ്ങനെയാണോ അതിനനുസരിച്ചല്ല മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത് എന്നാണ് ഇത് വ്യക്തമാക്കി സൂചിപ്പിക്കുന്നത്. എന്നിട്ട് പോലും ഇൻവെസ്റ്റേഴ്സിന് മഴ ഒരു പ്രധാന ഘടകമാണ്. കാരണം ശരിക്ക് അനലൈസ് ചെയ്തു കഴിഞ്ഞാൽ മഴയുടെ എഫക്റ്റിന് റൂറൽ ഉപഭോഗത്തിൽ ഒരു ഇമ്പാക്ട് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ റൂറൽ മാർക്കറ്റാണ് ഡൊമസ്റ്റിക് ഉപഭോഗത്തെ ഡ്രൈവ് ചെയ്യുന്നത്. അതുകൊണ്ട് ശക്തമായ മഴക്കാലം കൊണ്ട് കൺസ്യൂമർ സ്റ്റേപ്പിൾസ്, കൃഷി, ഓട്ടോമൊബൈൽ, ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ഒക്കെ പ്രയോജനം നേടുന്നുണ്ട്. അപ്പോൾ ഈ വർഷവും നമ്മൾ 2023 മികച്ച 5 മൺസൂൺ സ്റ്റോക്കുകൾ റെക്കമെൻഡ് ചെയ്യാൻ പോവുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ മൺസൂണിൽ നിന്ന് ആനുകൂല്യം നേടുന്ന 4 സെക്ടറുകളിലെ 5 കമ്പനികളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ജൂലൈ 7, 2023 മാർക്കറ്റ് ക്ലോസിംഗ് കണക്കുകളാണ് ഈ വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ പരിഗണിച്ചിട്ടുള്ളത്. സോ തുടങ്ങുന്നതിന് മുൻപ് ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യാൻ വേണ്ടി ഓർമ്മിപ്പിക്കുകയാണ്. സ്റ്റോക്ക് മാർക്കറ്റ്, പേഴ്സണൽ ഫിനാൻസ് ഇതൊക്കെയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ക്വാളിറ്റിയുള്ള വീഡിയോസ് ഓരോ ദിവസവും ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേയ്സ് വീഡിയോ. ഇന്നത്തെ ആദ്യത്തെ സെക്ടർ കൺസ്യൂമർ സ്റ്റേപ്പിൾസ്. ടൂത്ത് പേസ്റ്റ്, ഹെയർ ഓയിൽ, സോപ്പ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, സ്റ്റേഷനറി, ടീ, ടോയ്ലറ്ററീസ് തുടങ്ങിയ FMCG കമ്പനികളുടെ സെയിൽസിന്റെ 40 to 45% റൂറൽ ഉപഭോഗത്തിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്ക് മുകളിൽ കിട്ടുന്ന മഴ ഈ കമ്പനികളുടെ സെയിൽസ് കൂട്ടും. കഴിഞ്ഞ ഒരു വർഷമായി ഇൻഫ്ലേഷൻ റൂറൽ ഉപഭോഗത്തെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിൽ അത് കുറഞ്ഞെങ്കിലും വോളിയം ബൂസ്റ്റും മാർജിൻ പ്രഷർ കുറയുന്നതും FMCG കമ്പനികൾക്ക് ഗുണകരമാകും. അപ്പോൾ കൺസ്യൂമർ സ്റ്റേപ്പിൾസ് മേഖലയിൽ ആദ്യം നമ്മൾ സംസാരിക്കാൻ പോകുന്ന കമ്പനി ലോകത്തെ ഏറ്റവും വലിയ ആയുർവേദിക് കമ്പനിയാണ് ഡാബർ ഇന്ത്യ ലിമിറ്റഡ്. പ്രധാനമായും കൺസ്യൂമർ കെയറിലും ഫുഡ് പ്രൊഡക്ട്സിലും ഏർപ്പെട്ടിരിക്കുന്ന ഇന്ത്യയിലെ മികച്ച 4 FMCG കമ്പനികളിൽ ഒന്നാണ് ഡാബർ. 22 വേൾഡ് ക്ലാസ് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസ് വഴി 7.7 മില്യൺ ഔട്ട്ലെറ്റുകൾ കവർ ചെയ്ത് അവർ കമ്പനിയുടെ ഏറ്റവും വലിയ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് കവർ ചെയ്യുന്നു. 22 മാനുഫാക്ചറിംഗ് ഫെസിലിറ്റികളിൽ 14 എണ്ണം ഇന്ത്യയിലും 8 എണ്ണം വിദേശത്തുമാണ്. ഡാബറിന്റെ റവന്യൂവിന്റെ 75% ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്നും 25% വിദേശ മാർക്കറ്റിൽ നിന്നുമാണ് വരുന്നത്. ഇന്ത്യയിൽ ചവനപ്രാഷ്, ഫ്രൂട്ട് ജ്യൂസ്, തേൻ എന്നീ സെഗ്മെന്റുകളിൽ ഡാബർ മാർക്കറ്റ് ലീഡറാണ്. നിങ്ങളും ഡാബറിന്റെ ചവനപ്രാഷ് അല്ലെങ്കിൽ ടൂത്ത് പേസ്റ്റ്, അതുമല്ലെങ്കിൽ വാടിക ഹെയർ ഓയിൽ, അതുമല്ലെങ്കിൽ ഡാബർ ഹണി അല്ലെങ്കിൽ റിയൽ ഫ്രൂട്ട് ജ്യൂസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ചിലരെങ്കിലും ഹജ്മോല അല്ലെങ്കിൽ പുഡിൻ ഹര ഒക്കെ കഴിച്ചിട്ടുണ്ടാവും. ഈ ബ്രാൻഡുകളൊക്കെ തന്നെ ഡാബറിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആണ്. ചവനപ്രാഷ് സെഗ്മെന്റിൽ ഇവർക്ക് 65% മാർക്കറ്റ് ഷെയർ ഉണ്ട്. ഫ്രൂട്ട് ജ്യൂസ് സെഗ്മെന്റിൽ 62% ഉണ്ട്. ഇതെല്ലാത്തിനും പുറമെ ബാദ്ഷാ മസാല അക്യൂർ ചെയ്തുകൊണ്ട് ഡാബർ ബ്രാൻഡഡ് സ്പൈസ് സെഗ്മെന്റിലേക്കും കടന്നിട്ടുമുണ്ട്. മൊത്തത്തിൽ ശക്തമായ മാർക്കറ്റ് പൊസിഷൻ, വൈവിധ്യമുള്ള പ്രൊഡക്റ്റുകൾ, തുടരുന്ന ഇന്നോവേഷൻസ്, പ്രൊഡക്റ്റുകളിലെ പുതുമ എന്നിവ മീഡിയം ടേമിൽ ഡാബറിന് നല്ല വളർച്ചയ്ക്ക് കാരണമായേക്കാം. പക്ഷേ കമ്പനി നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ച് ഡൊമസ്റ്റിക് FMCG ഇൻഡസ്ട്രിയിലെ ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. ആയുർവേദ ഹെർബൽ പ്രൊഡക്റ്റുകളുടെ വളർന്നുകൊണ്ടിരിക്കുന്ന പോപ്പുലാരിറ്റി കാരണം പല പേരുകേട്ട FMCG കമ്പനികളും അതേപോലെയുള്ള പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്നത് ഡാബറിന്റെ മാർക്കറ്റ് പൊസിഷന് ഒരു വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. കൂടാതെ റൂറൽ മാർക്കറ്റിനെ പ്രധാനമായും ആശ്രയിക്കുന്നത് ഡാബറിന് ഒരു റിസ്ക് ഫാക്ടറാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെഗ്മെന്റ് സാധാരണയിൽ കുറഞ്ഞ മഴ അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യത്താൽ ഗണ്യമായിട്ട് ബാധിക്കപ്പെടാവുന്ന ഒരു ഏരിയയാണ്. ഇനി നമുക്ക് ഡാബറിന്റെ ക്യാഷ് കൺവേർഷൻ സൈക്കിളും ചില പ്രധാന ഫിനാൻഷ്യൽ റേഷ്യോസും നോക്കാം. കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡാബറിന്റെ ഈ മെട്രിക്സ് ഗോദ്രേജ് കൺസ്യൂമേഴ്സും മാരിക്കോയുമായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കുകയും ചെയ്യാം. മികച്ച വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് കൺസ്യൂമർ ഗുഡ്സ് കമ്പനികൾക്കും FMCG കമ്പനികൾക്കും വളരെ പ്രധാനമാണ്. ഈ ഇൻഡസ്ട്രിയിലെ കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ കാരണം മാർജിനുകൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടതും സെയിൽസ് മുതൽ ഇൻവെന്ററി മാനേജ്മെന്റ് വരെയുള്ള എല്ലാ
ഓപ്പറേഷനും ഫലപ്രദമായിട്ട് മാനേജ് ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഏത് കമ്പനിയുടെയും ക്യാഷ് കൺവേർഷൻ സൈക്കിൾ കമ്പനി യഥാർത്ഥത്തിൽ എത്ര എഫിഷ്യന്റ് ആണെന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒന്നാണ്. മാനുഫാക്ചറിംഗിലും ഇൻവെന്ററിയിലും ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ കൺവേർട്ട് ചെയ്ത് സെയിൽസ് ആക്കാൻ വേണ്ടി എടുക്കുന്ന ദിവസങ്ങളുടെ എണ്ണമാണ് ക്യാഷ് കൺവേർഷൻ സൈക്കിൾ. ഇത് കുറവാണെങ്കിൽ അതൊരു പോസിറ്റീവ് ഫാക്ടറാണ്. ഡാബറിന്റെ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ 14.18 ദിവസമാണ്. എന്നാൽ ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സിന്റേത് 18.56 ദിവസവും മാരിക്കോയുടേത് 22.46 ദിവസങ്ങളുമാണ്. വാല്യൂഷൻ നോക്കുകയാണെങ്കിൽ ഡാബറിന്റെയും ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സിന്റെയും PE റേഷ്യോ ഏതാണ്ട് ഒരേപോലെയാണ്. എന്നാൽ മാരിക്കോയുടേതിനേക്കാൾ ഇത് രണ്ടും വളരെ കൂടുതലുമാണ്. ഡാബറിന്റെ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സിനേക്കാൾ തീർച്ചയായിട്ടും കൂടുതലാണ്. പക്ഷേ മാരിക്കോയുടെ റിട്ടേൺ ഓൺ ഇക്വിറ്റിയുടെ ഏകദേശം പകുതിയുമാണത്. അപ്പോൾ മഴയുമായിട്ട് നേരിട്ട് ബന്ധമുള്ള അടുത്ത സെക്ടറിലേക്ക് നമുക്ക് നീങ്ങാം. അത് മറ്റൊന്നുമല്ല, കൃഷിയാണ്. നല്ല മഴ കൃഷിയിൽ നിന്നുള്ള മികച്ച വിളവിന് കാരണമായേക്കും എന്നുള്ളത് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ഇതാകട്ടെ നമ്മുടെ കാർഷിക എക്കോണമിയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന അഗ്രി ബിസിനസ്സുകളെ, പ്രത്യേകിച്ച് അഗ്രോ കെമിക്കൽസിനെയും ഇന്റഗ്രേറ്റഡ് ഫാം സൊല്യൂഷൻ പ്രൊവൈഡേഴ്സിനെയും സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഹൈബ്രിഡ് വിത്തുകളുടെ ഗവേഷണത്തിലും നിർമ്മാണത്തിലും പല കാർഷിക കമ്പനികളും ഏർപ്പെട്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഒരു നല്ല മഴക്കാലം ഈ പ്രൊഡക്റ്റുകളുടെ ഒക്കെ ഡിമാൻഡ് കൂട്ടുന്ന ഒരു കാര്യമാണ്. കൃഷിയെ പുഴുക്കളിൽ നിന്നും കീടങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ കീടനാശിനികൾ വളരെ അധികം ഉപയോഗപ്രദമാണല്ലോ. വളങ്ങളും കാർഷിക ഉൽപ്പന്നം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സെക്ടറിൽ ഉള്ള കമ്പനികളുടെ ബിസിനസ്സിന് നല്ല മഴക്കാലം വളരെയധികം പ്രധാനമാണ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് അഗ്രി ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട 2 സ്റ്റോക്കുകൾ കവർ ചെയ്യാം. നമ്പർ 1 കാവേരി സീഡ്സ് കമ്പനി ലിമിറ്റഡ്. നുസിവീഡു സീഡ്സ് ലിമിറ്റഡിന് ശേഷം ഇതാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഹൈബ്രിഡ് സീഡ്സ് പ്രൊഡ്യൂസർ. നുസിവീഡു സീഡ്സ് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാത്തത് കാരണം നമ്മൾ ഇവിടെ കാവേരി സീഡ്സ് കമ്പനി ലിമിറ്റഡ് കവർ ചെയ്യാൻ പോകുന്നു എന്ന് മാത്രം. കാവേരി സീഡ്സ് 1,00,000 ഏക്കറിലധികം പ്രൊഡക്ഷൻ ലാൻഡ് ഉള്ള ലോകത്തെ ഏറ്റവും ആദ്യത്തെ സീഡ് പ്രൊഡ്യൂസർ കമ്പനിയാണ്. 96% റവന്യൂ സീഡ്സിൽ നിന്ന് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യയിലെ പ്രധാന വിളകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രമുഖ ഹൈബ്രിഡ് സീഡ് മാനുഫാക്ചററാണ് കാവേരി സീഡ്സ്. അരി, ചോളം, കോട്ടൺ, പേൾ മില്ലറ്റ്, അതുപോലെ പച്ചക്കറികൾ, സൂര്യകാന്തി വിത്തുകൾ എന്നിവ ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ ആണ് അവരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. ക്രോപ്പ് റൊട്ടേഷന്റെ സമയത്ത് ഈ വൈവിധ്യമുള്ള പോർട്ട്ഫോളിയോ കർഷകർക്ക് മികച്ച പിന്തുണ നൽകുന്നു. കൂടാതെ അവരുടെ ഇന്ത്യ ഉടനീളമുള്ള ഓപ്പറേഷൻസ്, ഏറ്റവും മികച്ച ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നൽകുന്ന പുതിയ ഫോക്കസ് എന്നിവയൊക്കെ കാവേരി സീഡ്സിന്റെ കോമ്പറ്റീറ്റീവ് എഡ്ജ് നൽകുന്ന കാര്യങ്ങളാണ്. സെയിൽസ് കൂട്ടാൻ വേണ്ടി 15-ലധികം സംസ്ഥാനങ്ങളിൽ കമ്പനിക്ക് 15,000 കസ്റ്റമർ പോയിന്റ്സ് ഉണ്ട്. അതുവഴി അവർ പ്രൊഡക്ട്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. കൂടാതെ 15,000 മെട്രിക് ടണ്ണിന്റെ കോൾഡ് സ്റ്റോറേജ് കപ്പാസിറ്റിയും ഇവർക്കുണ്ട്. ഇതുകൂടാതെ കമ്പനി 20-ലധികം സയന്റിസ്റ്റുകളുടെ സഹായത്തോടെ അവരുടെ 600 ഏക്കർ സ്ഥലത്ത് വിത്തുകളുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റും ചെയ്യുന്നുണ്ട്. പക്ഷേ മാർക്കറ്റിലെ ഹെർബിസൈഡ് ടോളറന്റ് BT കോട്ടൺ വിത്തുകളുടെ ഇല്ലീഗൽ സെയിലാണ് കമ്പനി നേടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന്. മെയ് 2022 മോത്തിലാൽ ഓസ്വാൾ ഫിനാൻഷ്യൽ സർവീസ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ കാവേരി സീഡ്സിന് ഇല്ലീഗൽ കോട്ടൺ സീഡ് പാക്കറ്റുകളുടെ സെയിൽസ് കാരണം ഉണ്ടാകുന്ന നെഗറ്റീവ് ഇമ്പാക്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഈ അടുത്ത് ഒരു കോൺ കോളിൽ മാനേജ്മെന്റ് ഈ പ്രശ്നം ഇപ്പോൾ നിലനിൽക്കുന്നു എന്ന് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. എന്നാൽ ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ കുറിച്ച് ഇപ്പോൾ ഉണ്ടായിട്ട് വരുന്ന അവബോധങ്ങളും പുതിയ നിയമങ്ങളും ഒക്കെ തന്നെ വരും വർഷങ്ങളിൽ ഇതിന് കുറവുണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് അവർ നിൽക്കുന്നത്. ഇനി ഇവരുടെ പിയർ കമ്പനിയായ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ബോംബെ സൂപ്പർ ഹൈബ്രിഡ് സീഡ്സുമായിട്ട് ഇവരുടെ പ്രധാനപ്പെട്ട കണക്കുകൾ നോക്കി നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. വാല്യൂഷൻസ് നോക്കുകയാണെങ്കിൽ കാവേരി സീഡ്സ് PE 11.51 ട്രേഡ് ചെയ്യുന്നു. എന്നാൽ മറുവശത്ത് ബോംബെ സൂപ്പർ ഹൈബ്രിഡ് സീഡ്സ് സൂപ്പർ പ്രീമിയം PE ആയ 203 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5 വർഷത്തെ സെയിൽസ് വളർച്ചയിലും റിട്ടേൺ ഓൺ ഇക്വിറ്റി, സ്റ്റോക്ക് മാർക്കറ്റ് റിട്ടേൺസ് എന്നിവയിലും കാവേരി സീഡ്സ് ബോംബെ സൂപ്പർ സീഡ്സിലും പിന്നിലാണ്. ഇനി ഈ സെക്ടറിലെ രണ്ടാമത്തെ കമ്പനി നമ്മൾ നോക്കാൻ പോവുകയാണ്, റാലിസ് ഇന്ത്യ ലിമിറ്റഡ്. റാലിസ് ഇന്ത്യ ടാറ്റ ഗ്രൂപ്പിന്റെ അഗ്രോ കെമിക്കൽ മാനുഫാക്ചറിംഗ് കമ്പനിയാണ്. ടാറ്റ ഗ്രൂപ്പിന് കീഴിൽ വരുന്ന ഈ കമ്പനിക്ക് കളനാശിനികൾ, കീടനാശിനികൾ, കുമിൾനാശിനികൾ എന്നിവ ഉണ്ടാക്കുന്നതിൽ മാത്രമല്ല വിത്തുകൾ മുതൽ ഓർഗാനിക് ചെടി വളർച്ചാ പോഷകങ്ങൾ വരെ നീണ്ട കാർഷിക വ്യവസായത്തിലെ മൊത്തം വാല്യൂ ചെയിനിലും സാന്നിധ്യം അറിയിക്കുന്ന 150 വർഷത്തെ മികച്ച ചരിത്രമുണ്ട്. ഇന്ന് റാലിസ് ഇന്ത്യ 61 രാജ്യങ്ങളിലുണ്ട്. മാത്രമല്ല ഇവർ വൻ മൾട്ടിനാഷണലുകൾക്ക് മാനുഫാക്ചറിംഗ് കോൺട്രാക്ട് നൽകുകയും ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യൽ ഇയർ 2023 ഇവരുടെ 63% റവന്യൂ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഫിനാൻഷ്യൽ ഇയർ 25 അത് 60% ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് റാലിസ് ഇന്ത്യ വരും കാലങ്ങളിൽ എക്സ്പോർട്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നു എന്നാണ് ഇതുകൊണ്ടുള്ള അർത്ഥം. പ്രൊഡക്റ്റ് വൈസ് ബ്രേക്കപ്പ് നോക്കിക്കഴിഞ്ഞാൽ റാലിസ് ഇന്ത്യയുടെ 88% റവന്യൂ ക്രോപ്പ് കെയർ അഗ്രോ കെമിക്കൽ സെഗ്മെന്റിൽ
നിന്നും 12% വിത്തുകളിൽ നിന്നുമാണ് വരുന്നത്. ഇതുകൂടാതെ റാലിസ് ഇന്ത്യ ഫിനാൻഷ്യൽ ഇയർ 23-ൽ 10 പുതിയ പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വരും കാലങ്ങളിൽ കമ്പനിക്ക് അവരുടെ പ്രൊഡക്റ്റ് റേഞ്ച് ഇനിയും എക്സ്പാൻഡ് ചെയ്യണം എന്നുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിലെ കോൺഫറൻസ് കോളിൽ റാലിസ് ഇന്ത്യ മാനേജ്മെന്റ് ഈ പുതിയ പ്രൊഡക്റ്റ് ലോഞ്ചുകളെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഈ പ്രൊഡക്റ്റുകൾ അവരുടെ നിലവിലെ മാർക്കറ്റ് പൊസിഷനെ ശക്തിപ്പെടുത്തുക മാത്രമല്ല അവരുടെ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോയിലുള്ള ക്രോപ്പ് ആൻഡ് റീജിയണൽ ഗ്യാപ്പുകൾ ഫിൽ ചെയ്യുകയും ചെയ്യും എന്ന് പറയുകയുണ്ടായി. മാനേജ്മെന്റിന്റെ അഭിപ്രായത്തിൽ പുതിയ പ്രൊഡക്റ്റുകൾ അവരുടെ വളർച്ചയെ ഗണ്യമായിട്ട് സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. എന്നാൽ Q4 ഓഫ് ഫിനാൻഷ്യൽ ഇയർ 23-ലെ പ്രതീക്ഷിച്ചതിലും കുറഞ്ഞ സെയിൽസ് കാരണം കമ്പനിയുടെ ഇൻവെന്ററി ലെവൽസ് വലിയ വർധന ഉണ്ടായിട്ടുണ്ട്. ഇത് കാരണം കമ്പനി കഴിഞ്ഞ ക്വാർട്ടറിൽ ഏകദേശം 40 കോടി രൂപയുടെ പ്രൊവിഷൻസ് ഉണ്ടാക്കി. മാത്രമല്ല ഡൊമസ്റ്റിക് ക്രോപ്പ് പ്രൊട്ടക്ഷൻ ഇൻഡസ്ട്രി വർക്കിംഗ് ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള ഒന്നാണ്. കൂടാതെ ഒക്ടോബർ 2022-ൽ പ്രസിദ്ധീകരിച്ച ക്രിസിൽ റിപ്പോർട്ട് പ്രകാരം റാലിസ് ഇന്ത്യയുടെ വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ റോ മെറ്റീരിയൽ സപ്ലൈയിലെ പ്രശ്നങ്ങൾ കാരണം നീളാൻ സാധ്യതയുണ്ട്. നമുക്ക് ഈ കമ്പനിയെ അതിന്റെ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഭാരത് രസായൻ അതുപോലെ തന്നെ ധനുക അഗ്രിടെക് എന്നിവയാണ് അവ. ഒരു പോസിറ്റീവ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാലിസ് ഇന്ത്യയുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഡേയ്സ് അവരുടെ പിയേഴ്സിനേക്കാൾ കുറവാണ് എന്നുള്ളതാണ്. വാല്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ റാലിസ് ഇന്ത്യയുടെ PE റേഷ്യോ മറ്റ് 2 കോമ്പറ്റീറ്റേഴ്സിനേക്കാളും കൂടുതലുമാണ്. ആൻഡ് കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്തിൽ കമ്പനി അതിന്റെ പിയേഴ്സിനേക്കാൾ പെർഫോമൻസ് നൽകുന്നുണ്ടെങ്കിലും മറുവശത്ത് റിട്ടേൺ ഓൺ ഇക്വിറ്റിയുടെ കാര്യത്തിൽ കമ്പനി വളരെ മോശം പെർഫോമൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഇനി നല്ല മഴക്കാലം ഉണ്ടെങ്കിൽ കൃഷിയും നന്നായിരിക്കും. നല്ല രീതിയിൽ കൃഷി നടന്നു കഴിഞ്ഞാൽ നല്ല വരുമാനം ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ഒരു ബൈക്കൊക്കെ വാങ്ങാൻ നോക്കും അല്ലേ? സാധാരണ നിലയിലോ അതിൽ കൂടുതലോ ഉള്ള മഴ റൂറൽ ഏരിയാസിൽ 2 വീലേഴ്സിനുള്ള ഡിമാൻഡ് കൂട്ടുന്നു. അതുകൊണ്ട് നമ്മുടെ മൂന്നാമത്തെ സെക്ടർ 2 വീലർ ഓട്ടോമൊബൈൽസ് ആണ്. ഈ സെക്ടറിൽ നമ്മൾ ഇന്ത്യയിലെ പ്രമുഖ 2 വീലർ കമ്പനിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. മറ്റാരുമല്ല, ഹീറോ മോട്ടോകോപ്പ് ലിമിറ്റഡ്. ഈ സെക്ടറിൽ നമ്മൾ ഹീറോ മോട്ടോകോപ്പ് തിരഞ്ഞെടുത്തത് അവർ 2 വീലർ സെഗ്മെന്റിലെ പ്രമുഖ കമ്പനി ആയതുകൊണ്ട് മാത്രമല്ല അവരുടെ മാക്സിമം റവന്യൂ റൂറൽ ഏരിയയിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് കൂടിയാണ്. കഴിഞ്ഞ 20 വർഷമായി കമ്പനി സെയിൽസ് വോളിയത്തിന്റെ കാര്യത്തിൽ ലോകത്തിൽ ഏറ്റവും വലിയ 2 വീലർ മാനുഫാക്ചറേഴ്സ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ബൈക്ക് സെഗ്മെന്റിൽ കമ്പനിക്ക് സ്പ്ലെൻഡർ, പാഷൻ, ഗ്ലാമർ എന്നിവയും സ്കൂട്ടർ സെഗ്മെന്റിൽ പ്ലഷർ, മാസ്ട്രോ തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളും ഉൾപ്പെട്ട ശക്തമായിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ഉണ്ട്. ഹീറോ മോട്ടോകോപ്പ് ഇന്ത്യയിലെ 2 വീലർ ഇൻഡസ്ട്രിയിൽ 32% മാർക്കറ്റ് ഷെയർ കവർ ചെയ്യുന്നുണ്ട്. കൂടാതെ 50%-ലധികം സെയിൽസ് റൂറൽ ഏരിയസിൽ നിന്ന് മാത്രമാണ് വരുന്നത്. അതായത് നല്ല മഴക്കാലം കർഷകരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുമ്പോൾ അത് ഹീറോ മോട്ടോകോപ്പിന്റെ സെയിൽസിനെ കൂട്ടുന്ന ഒരു കാര്യമായിട്ട് മാറിയേക്കാം. ഹീറോ മോട്ടോകോപ്പ് 2020-ൽ ഹാർലി ഡേവിഡ്സണുമായി പാർട്ണർഷിപ്പ് തുടങ്ങിയത് വഴി ഇന്ത്യയിൽ ഹാർലി ഡേവിഡ്സൺ പ്രൊഡക്ട്സിന്റെ മാനുഫാക്ചറിംഗും ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവാം. അടുത്ത കാലത്ത് അവർ X440 ലോഞ്ച് ചെയ്ത കാര്യവും നിങ്ങൾ ചിലപ്പോൾ ഓർക്കുന്നുണ്ടാവാം. ഫിനാൻഷ്യൽ റിസ്ക് പ്രൊഫൈലാണ് ഹീറോ മോട്ടോകോപ്പിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. 0.03 ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോയുടെ കമ്പനി വിർച്വലി ഡെറ്റ് ഫ്രീ ആണ് നമുക്ക് പറയാം. കൂടാതെ അവരുടെ ശക്തമായിട്ടുള്ള സാമ്പത്തിക പൊസിഷൻ പ്രൈസിംഗിലും പുതിയ ഇൻവെസ്റ്റ്മെന്റിലും അവർക്ക് ഒരു അനുകൂല ഘടകമാണ്. മീഡിയം ടേമിൽ കമ്പനി 700 മുതൽ 1000 കോടി രൂപയുടെ കാപെക്സ് പ്രൊഡക്റ്റ് ഇന്നോവേഷന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ ഇലക്ട്രിക് സ്കൂട്ടർ കമ്പനി ആയിട്ടുള്ള ഏതർ എനർജി പ്രൈവറ്റ് ലിമിറ്റഡിലും കമ്പനി ഇൻവെസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഇലക്ട്രിക് 2 വീലേഴ്സ് വികസിപ്പിക്കാൻ സഹായിക്കുന്ന സ്വന്തം ഇന്റേണൽ ഇൻക്യുബേഷൻ സെന്ററും ഈ കമ്പനിക്കുണ്ട്. കഴിഞ്ഞ കുറെ കാലമായുള്ള മോശം സെയിൽസ് വളർച്ച കമ്പനിക്ക് ഒരു വീക്ക്നെസ് ആണെങ്കിലും അവരുടെ സെയിൽസ് വളർച്ച ശക്തമായ മാർക്കറ്റ് ഷെയറിനെ അപേക്ഷിച്ച് മോശമാണ് എന്നുള്ളത് കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിൽ കമ്പനിയുടെ സെയിൽസ് 1% മാത്രമേ കോമ്പൗണ്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. ഹീറോ മോട്ടോകോപ്പിന്റെ കണക്കുകൾ 2 വീലർ വിഭാഗത്തിലെ അവരുടെ ക്ലോസ് കോമ്പറ്റീറ്റർ ആയിട്ടുള്ള TVS മോട്ടോഴ്സുമായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇനി വാല്യൂഷൻ നോക്കുകയാണെങ്കിൽ TVSുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹീറോ മോട്ടോകോപ്പ് 22.47 PE റേഷ്യോയുടെ അണ്ടർ വാല്യൂഡ് ആണ്. കൂടാതെ 4.06 ടൈംസ് എന്ന TVSന്റെ ഡെറ്റ് ടു ഇക്വിറ്റി ഹീറോ മോട്ടോകോപ്പിനേക്കാൾ വളരെ കൂടുതലുമാണ്. എന്നാൽ സെയിൽസ് വളർച്ചയുടെയും റിട്ടേൺ ഓൺ ഇക്വിറ്റിയുടെയും കാര്യത്തിൽ TVSനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഹീറോ മോട്ടോകോപ്പ് മോശം പെർഫോമൻസ് ആണ് നൽകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങളൊരു ബൈക്ക് വാങ്ങണമെങ്കിൽ മിക്കവാറും അതിന് എവിടെയെങ്കിലും ഫിനാൻസ് വേണ്ടി വരും അല്ലേ? അപ്പോൾ നല്ല മഴക്കാലം കൊണ്ട് പ്രയോജനം ലഭിക്കുന്ന 4ാമത്തെ സെക്ടർ അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ അവസാനത്തെ സെക്ടർ എന്ന് പറയുന്നത് NBFCs ആൻഡ് റൂറൽ ലെൻഡിംഗ് ആണ്. ഫിനാൻഷ്യൽ ഇയർ 2023-ലെ ബാങ്കിംഗ് ആൻഡ് ഫിനാൻഷ്യൽ കമ്പനികളുടെ മികച്ച പെർഫോമൻസ് തീർച്ചയായിട്ടും ഫിനാൻഷ്യൽ ഇയർ 2024-ലെ ഈ സെക്ടറിന്റെ ഔട്ട്ലുക്ക് ശക്തമാക്കിയിട്ടുണ്ട് നമുക്ക് പറയാം. എന്നാൽ ഇതിന്റെ കൂടെ നല്ലൊരു മഴക്കാലവും കിട്ടിക്കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള ഒരു റൂറൽ സ്പെൻഡിംഗ് ക്രെഡിറ്റ് വളർച്ച ഇനിയും കൂട്ടുകയും ചെയ്തേക്കാം. ഈ വിഭാഗത്തിൽ നിന്ന് നമ്മൾ മഹീന്ദ്ര ഗ്രൂപ്പ് കമ്പനിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫിനാൻഷ്യൽ സർവീസ് ലിമിറ്റഡ് അല്ലെങ്കിൽ മഹീന്ദ്ര ഫിനാൻസ് ട്രാക്ടറുകൾ, കാറുകൾ, കൺസ്ട്രക്ഷൻ വാഹനങ്ങൾ
വാഹനങ്ങൾ, ട്രക്കുകൾ തുടങ്ങിയ പുതിയതും ഉപയോഗിച്ചതുമായിട്ടുള്ള ഓട്ടോ യൂട്ടിലിറ്റി വാഹനങ്ങളുടെ പർച്ചേസിന് ഫിനാൻസ് നൽകുന്ന ബിസിനസ്സിൽ പ്രധാനമായും ഏർപ്പെട്ടിരിക്കുന്ന NBFC ആണ് ഈ കമ്പനി. ഇതുകൂടാതെ കമ്പനി പേഴ്സണൽ ലോണുകളും സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസുകൾക്കുള്ള ലോണുകളും നൽകുന്നുണ്ട്. 1386 ബ്രാഞ്ചുകൾ അടങ്ങിയ ശക്തമായിട്ടുള്ള നെറ്റ്വർക്കിലൂടെ മഹീന്ദ്ര ഫിനാൻസിന് ഇന്ത്യയുടെ റൂറൽ സെമി അർബൻ പ്രദേശങ്ങളിൽ മികച്ച സാന്നിധ്യമുണ്ട്. പ്രധാനമായും മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന അവരുടെ സഹോദര സ്ഥാപനവുമായിട്ടുള്ള ബന്ധം കാരണം യൂട്ടിലിറ്റി വാഹനങ്ങളിലും ട്രാക്ടറുകളും ഫിനാൻസ് ചെയ്യുന്നതിൽ മഹീന്ദ്ര ഫിനാൻസ് ശക്തമായിട്ടുള്ള മാർക്കറ്റ് പൊസിഷൻ കീപ്പ് ചെയ്യുന്നുണ്ട്. യെസ്, ഈ കമ്പനിയാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ 33% യൂട്ടിലിറ്റി വാഹനങ്ങളും 14% ട്രാക്ടറുകളും ഫിനാൻസ് ചെയ്യുന്നത്. എന്നാൽ കമ്പനി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയിലെ അവരുടെ ഡിപ്പെൻഡൻസി കുറച്ച് കൊണ്ടുവന്നിട്ട് പല ഓട്ടോ മാനുഫാക്ചറേഴ്സിന്റെ വാഹനങ്ങൾ ഫിനാൻസ് ചെയ്ത് നല്ല ഒരു വളർച്ചാ സ്ട്രാറ്റജി പിന്തുടരുന്നുണ്ട്. ലോൺ നൽകുന്നതിൽ തുടർച്ചയായിട്ടുള്ള ഇംപ്രൂവ്മെന്റ് കാണിക്കാൻ കഴിയുന്നു എന്നതുകൊണ്ട് തന്നെ കമ്പനിയുടെ മറ്റൊരു പോസിറ്റീവ് പോയിന്റ് ആയിട്ട് നമുക്കിത് പറയാൻ പറ്റും. ഫിസ്ക്കൽ 2021 ഫിസ്ക്കൽ 2022 ആദ്യ പകുതിയിലെയും വെല്ലുവിളികൾ നിറഞ്ഞ ബിസിനസ് അന്തരീക്ഷം കാരണം മഹീന്ദ്ര ഫിനാൻസ് വളരെ സൂക്ഷിച്ചുള്ള ഒരു അപ്രോച്ചാണ് നടത്തിയത്. അത് ഫിനാൻഷ്യൽ ഇയർ 2022 ഫ്ലാറ്റ് ലോൺ ബുക്ക് വളർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അവരുടെ ലോൺ അസറ്റ്സ് ഫിനാൻഷ്യൽ ഇയർ 2023 27% വളർച്ച കാണിക്കുകയും ചെയ്തു. വായ്പാ ബിസിനസ്സിൽ, പ്രത്യേകിച്ച് റൂറൽ വായ്പാ ബിസിനസ്സിൽ പ്രതികൂല സാമ്പത്തിക സാഹചര്യങ്ങൾ കാരണം വായ്പ എടുത്തവർക്ക് ആ പണം തിരിച്ചടക്കാൻ പലപ്പോഴും കഴിയാറില്ല. അതിനാൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോൺ പെർഫോമിംഗ് ലോൺസ്, അതായത് ഡിഫോൾട്ടഡ് ലോൺസ് മോണിറ്റർ ചെയ്യാൻ സ്റ്റേജ് 3 എന്ന മെട്രിക് ഉപയോഗിക്കാറുണ്ട്. അടയ്ക്കേണ്ട തീയതി കഴിഞ്ഞ് 90 ദിവസമായിട്ടും അടയ്ക്കാത്ത ലോണുകളാണ് സാധാരണയായിട്ട് ഈ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. മഹീന്ദ്ര ഫിനാൻസിന്റെ ഗ്രോ സ്റ്റേജ് 3 ലോണുകൾ ഫിനാൻഷ്യൽ ഇയർ 2022 7.66% അത് ഫിനാൻഷ്യൽ ഇയർ 2023 4.49% ആയിട്ട് മാറിയിട്ടുണ്ട്. ഇയർ ഓൺ ഇയർ അടിസ്ഥാനത്തിൽ അവരുടെ അസറ്റ് ക്വാളിറ്റി മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് തിരക്കേടില്ല എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. സോ ഇൻവെസ്റ്റേഴ്സ് എന്ന നിലയിൽ കമ്പനിയുടെ അസറ്റ് ക്വാളിറ്റി നമ്മൾ സൂക്ഷ്മമായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കേണ്ടത് ആവശ്യമാണ്. ഇനി മഹീന്ദ്ര ഫിനാൻസിന്റെ ചില പ്രധാനപ്പെട്ട സാമ്പത്തിക കണക്കുകൾ നോക്കിയിട്ട് അതിന്റെ ലിസ്റ്റഡ് പിയേഴ്സ് ആയിട്ടുള്ള ബജാജ് ഫിനാൻസ് ലിമിറ്റഡും അതുപോലെ തന്നെ ശ്രീറാം ഫിനാൻസ് ലിമിറ്റഡുമായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. വാല്യൂഷൻസ് നോക്കുകയാണെങ്കിൽ ബാങ്കുകളുടെയും NBFCകളുടെയും കാര്യത്തിൽ PB ആണ് PE-യേക്കാളും പ്രധാനം. മഹീന്ദ്ര ഫിനാൻസിന്റെ PB റേഷ്യോ 2.19 ആണ്. ശ്രീറാം ഫിനാൻസിൻ്റെത് 1.48 ടൈംസിലും ബജാജ് ഫിനാൻസ് ഏറ്റവും പ്രീമിയം വാല്യുവേഷനിൽ ട്രേഡ് ചെയ്തുകൊണ്ട് 8.49 ടൈംസിലുമാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിൽ ബജാജ് ഫിനാൻസ് ഏറ്റവും വലിയ AUM വളർച്ചയായ 29% രേഖപ്പെടുത്തി. അതിൽ ഒരു അത്ഭുതവും ഇല്ല. പക്ഷേ മഹീന്ദ്ര ഫിനാൻസും 27% എന്ന നല്ല വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യണം. ROA, അതായത് റിട്ടേൺ ഓൺ അസറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ മഹീന്ദ്ര ഫിനാൻസും ശ്രീറാം ഫിനാൻസും ഒരേപോലെയുള്ള ROA ആണ് കാണിക്കുന്നത്. പക്ഷേ 5.3% എന്ന വളരെ മികച്ച ROAയുമായിട്ട് ബജാജ് ഫിനാൻസ് ആണ് ഇവിടെ ലീഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തെ സ്റ്റോക്ക് മാർക്കറ്റ് റിട്ടേൺസിന്റെ കാര്യത്തിൽ മഹീന്ദ്ര ഫിനാൻസ് ഏകദേശം 80% റിട്ടേൺസോടെ ബാക്കി എല്ലാവരെയും ഔട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ കഴിഞ്ഞ 5 വർഷത്തെ കാലാവധി നോക്കിക്കഴിഞ്ഞാൽ ബജാജ് ഫിനാൻസ് ആണ് മെച്ചപ്പെട്ട റിട്ടേൺസ് നൽകിയിരിക്കുന്നത് എന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ 2023 മഴക്കാലത്ത് നല്ല ബിസിനസ് പെർഫോമൻസ് നൽകാവുന്ന 4 സെക്ടറുകളിലെ 5 കമ്പനികൾ ഇവയൊക്കെയാണ്. നിങ്ങൾ ഇതിൽ ഏത് മൺസൂൺ സ്റ്റോക്സിലാണ് നോട്ടമിട്ടിരിക്കുന്നത് ഒന്ന് കമന്റ് ചെയ്യാമോ? പിന്നെ ഈ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ യാതൊരു വിധത്തിലുള്ള ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ നൽകുന്നില്ല. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.